15 ആനകൾ ഒരുമിച്ച് ചേർന്ന് കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലെ ശ്രീകുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷിച്ചു. 10 കിലോ തൂക്കം വരുന്ന കേക്ക് മുറിച്ചാണ് പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കിയത്. അരി, ഗോതമ്പ്, റാഗി, ശർക്കര, മുതിര, ചെറുപയർ തുടങ്ങിയവ കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയാണ് ശ്രീകുട്ടിക്ക് ആദ്യം കേക്ക് മുറിച്ച് നൽകിയത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാര്യ റീത്ത സിൻഹ, റേഞ്ച് ഓഫീസർ സതീഷ് തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പിന്നാലെ കേക്ക് മറ്റ് ആനകൾക്കു നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തെന്മല ഡാമിന്റെ വനമേഖലയിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടിയെ കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ശ്രീകുട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ആനക്കുട്ടിയെ നമ്മൾ കോട്ടൂരി ക്യാമ്പിൽ എത്തിച്ചിട്ട് ഇന്നൊരു വർഷം തികയുകയാണ്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ 8-ാം തീയതിയാണ് ഇവിടെ എത്തിച്ചത്. അതിന് ഒരു 3 ദിവസം മുമ്പേ നമ്മുടെ തെന്മല ഡാം പരിസരത്ത് കാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട രീതിയിൽ കൂട്ടം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുന്നതോ ആയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയ ആനക്കുട്ടിയാണ്. 2 ദിവസം അതിനെ കണ്ടെത്തിയ പ്രദേശത്ത് തന്നെ അതിനെ പരിചരിച്ച് അതിൻ്റെ ആനക്കൂട്ടം വന്ന് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ തന്നെ നിർത്തിയിരുന്നു. അപ്പോൾ അത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആന സംരക്ഷണ കേന്ദ്രവും പ്രത്യേകിച്ച് കുട്ടിയാനകളെ ഏറ്റവും ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാഹചര്യമുള്ള അതിനുവേണ്ട പരിചയമുള്ള താല്പര്യമുള്ള പാപ്പാന്മാരും ഭൗതിക സാഹചര്യമുള്ള ഈ കോട്ടൂർ എലിഫന്റ് ക്യാമ്പിൽ അതിനെ കൊണ്ടുവന്നു. ഒരു മാസത്തിൽ താഴെയായിരുന്നു കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രായം. അതിൻ്റെ പൊക്കിൾ കൊടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ മറ്റാരെയും കാണിക്കാതെ, ഈവൻ ഡോക്ടറായ ഞാൻ പോലും അതിൻ്റെ അടുത്ത് അധികം പോകാതെ വളരെ 24 മണിക്കൂറും അതിൻ്റെ കൂടെ കഴിയാൻ തയ്യാറുള്ള 2 പാപ്പാന്മാരെ ഏൽപ്പിച്ച് അതിനെ വളർത്തിയെടുക്കുകയായിരുന്നു. അമ്മയാനയിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ പിരിഞ്ഞു പോയത് കാരണം അതിൻ്റെ പ്രതിരോധ ശക്തി, ആരോഗ്യം വളരെ മോശമായിരുന്നു. ആഹാരത്തിൽ കൂടിയും പലതരം മരുന്നുകളും നൽകി അതിനെ ഇൻഫെക്ഷനും അതുപോലെയുള്ള പ്രശ്നങ്ങളും വരാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിനെ പരിചരിച്ചിരുന്ന പാപ്പാന്മാരുടെ ഒരു അശ്രാന്ത പരിശ്രമം ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഇവിടെ 15ഓളം ആനകളാണ് ഉള്ളത്. 1 വയസ്സുകാരി ശ്രീകുട്ടി മുതൽ 78കാരൻ സോമൻ വരെ ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക് കൗമുദി.